ഹായ് മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ റിപ്പബ്ലിക്കിൻ്റെ ലീവിൽ മദ്രസ സ്കൂളൊക്കെ അവധിയല്ലേ, ആ ഒരു ലീവിൽ വിരുന്ന് പോയി വീട്ടിലേക്ക് കേട്ടോ. ആ ഒരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ താത്താരും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു ദിവസം വീട്ടിൽ കൂടി ഹാപ്പിയായി. അപ്പോൾ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ എൻ്റെ നാത്തൂന് മന്തി ഉണ്ടാക്കണ ഡ്യൂട്ടിയിലാണ്. ഉടനെ ഞാൻ ആ മന്തി ഉണ്ടാക്കണ വീഡിയോ എടുത്തു. അങ്ങനെ താത്താരും കുട്ടികളൊക്കെ ഉച്ചയ്ക്കണ എത്തിയപ്പോൾ ഞാൻ എൻ്റെ നാത്തൂന് മന്തി ഉണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് മന്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ അങ്ങനെ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കിന് ബാക്കി വരാനുള്ളവരൊക്കെ എത്തി. എല്ലാവരും ഉച്ചക്ക് മന്തിയൊക്കെ കഴിച്ച് ഹാപ്പിയായി. പിന്നെ പുഴയിലേക്ക് എല്ലാവരും പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ താത്താൻ്റെ പേരക്കുട്ടികൾക്ക് പനി കാരണം പോയില്ല. വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി പോകുമ്പോൾ എടുക്കണം. അപ്പോൾ എല്ലാവരും മന്തിയൊക്കെ ഉച്ചക്ക് കഴിച്ച് എന്നൊക്കെ ഇങ്ങനെ ഹാപ്പിയായി ഇരിക്കുമ്പോൾ എൻ്റെ നാത്തൂൻ വീണ്ടും പൂവടയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി തന്നു 4 മണിക്ക്. അങ്ങനെ അതൊക്കെ 4 മണിക്കൊക്കെ കുടിച്ച് എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന് അങ്ങനെയൊക്കെ രാത്രിയായി. രാത്രി ഞങ്ങൾക്ക് ഈ മന്തിയുടെ ബാക്കി ഉണ്ടായിരുന്നു, അതുതന്നെയായിരുന്നു കേട്ടോ രാത്രി ഞങ്ങൾക്ക് ഫുഡ്. നമ്മൾ ബാക്കി കളയാൻ പറ്റൂലല്ലോ, അപ്പോൾ വേറെ രാത്രി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല, അതുതന്നെ എല്ലാവരും കഴിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് പിറ്റേന്ന് രാവിലെ പൊറാട്ടയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യലായിരുന്നു പിറ്റേ ദിവസം ഉച്ചക്ക് പുഴമീൻ പൊരിച്ചതും പുഴമീൻ കറിയും ഇടിച്ചക്കപ്പേരിയും ചോറുമായിരുന്നു പിറ്റേ ദിവസം ഞങ്ങളുടെ ഉച്ചക്കലെ സ്പെഷ്യൽ. അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വീട്ടിൽ വിരുന്ന് പോയ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും പങ്കുവെക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും അന്ന് കുട്ടികളൊക്കെ അന്നത്തെ ഉച്ചക്കലെ ഭക്ഷണം കഴിച്ച വീഡിയോ ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.